ഇവിടെ നമ്മൾ നിൽക്കുന്നത് വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. ഇവിടെ നട തുറക്കാൻ കാത്ത് ഭക്തജനങ്ങൾ നിരവധി പേര് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ റിപ്പോർട്ടർ അമൽ സുരേന്ദ്രനുണ്ട്. അമലിനെ നമ്മളൊന്ന് വിളിച്ചാലോ? തീർച്ചയായും. അമലെ ഒന്ന് വരും. അമലെ, തിരുവോണാശംസകൾ. തിരുവോണാശംസകൾ നമ്മുടെ പ്രേക്ഷകർക്കും 24 ടീമിനും ഒന്നാകെ തിരുവോണാശംസകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര അമ്പലത്തിനുള്ളിലാണ്. ഇവിടെ ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്കാണുള്ളത്. ഇവിടെ എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടി തിരുവോണ ദിനത്തിൽ ഭഗവാനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് നമുക്കറിയാം. തിരുവോണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും തിരുവോണത്തിന് ഇവിടെ എത്തി ഒന്ന് അമ്പലത്തിൽ കയറി ശ്രീകോവിലിന് മുമ്പിൽ ഭഗവാനെ തൊഴുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഒരു നാട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ഒരു എല്ലാ വർഷത്തെയും ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ചടങ്ങുകളുമുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ക്രിസ്ത്യനെയും പ്രീത്തും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു പശുക്കിടാവിനെ അകത്ത് കെട്ടി ആ പശുക്കിടാവ് കരയുമ്പോഴാണ് നട തുറക്കുന്നതും അതിനുവേണ്ടി ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞു, നട തുറന്നു, ആളുകളെല്ലാം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്നിപ്പോ തിരുവോണമായിട്ട് ക്ഷേത്ര ദർശനമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ തിരുവോണത്തിലെയും പതിവാണ് ഇത്? എല്ലാ കൊല്ലവും വരും. എല്ലാ കൊല്ലവും ഇവിടേക്ക് വരും. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. ഈ ഒരു ചടങ്ങുകളെ കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? അതിനെ കുറിച്ചൊന്നും അത്ര എഴുന്നള്ളത്തിന് വന്നിരുന്നു, ആന എഴുന്നള്ളത്തിന് വന്നിരുന്നു. രാവിലെ വന്നിട്ടുണ്ടായി, രാത്രി വന്നില്ല. അമ്മ, ഇന്ന് സദ്യ ഉണ്ട്, തിരുവോണ സദ്യ. ഒരു സ്വകാര്യ അഹങ്കാരാണോ? എന്താ ഈ പ്രദേശവാസി എന്ന നിലയിൽ അമ്പലത്തെ കുറിച്ചൊക്കെ എന്താന്ന് പറയാനുള്ളത്? അമ്പലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കറിയാം, അത്തം മുതൽ 10 ദിവസം വരെ നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ആഘോഷിക്കുന്നത്. നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഒരു ഉത്സവം തന്നെയാണ്, മഹാ ഉത്സവം തന്നെയാണിത്. എല്ലാ ദിവസവും അന്നദാനത്തോടുകൂടിയാണ് ഉത്രാട സദ്യയും അതുപോലെ തിരുവോണ സദ്യയും ഉണ്ട്. ഞാൻ കളമശ്ശേരി നഗരസഭയുടെ കൗൺസിലറാണ്. അപ്പൊ നമ്മളെല്ലാ ദിവസവും വരാൻ പറ്റിയില്ലെങ്കിലും എല്ലാ സമയങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇന്നലെ എഴുന്നള്ളത്തിന് ഉണ്ടായിരുന്നു, രാവിലെ തൊഴുതു, ഉത്രാട സദ്യ ഉണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള സദ്യയായിരുന്നു. ഇന്ന് തിരുവോണ സദ്യ എന്തായാലും വീട്ടിലുണ്ടാന്ന് വിചാരിക്കുന്നു. നല്ല ഗംഭീരമായിരുന്നു. ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാ വർഷവും കാണാറുണ്ട്. രാവിലെ ഇതിൽ നേരത്തെയാണ് വരുന്നത്, വൈകിപ്പോയി, കുറച്ച് വൈകി. പശുക്കിടാവ് കരയാൻ വൈകിയതാണോ? നിങ്ങളുടെ തൊഴിലും വൈകി? അല്ല അല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് വരാൻ വൈകിയതാണ്. ഒരേ ഒരു വാമനമൂർത്തി, അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള വാമനമൂർത്തി ക്ഷേത്രമാണ് തൃക്കാക്കരയിലേത്. തൃക്കാക്കര അപ്പൻ എന്ന രീതിയിൽ ഓണത്തിന് ആഘോഷിക്കുന്നുണ്ട്. ഏതായാലും ക്രിസ്ത്യൻ റീജിത്തും കാത്തിരിക്കുകയാണ്. ഞാൻ അവരുടെ സമയം അപഹരിക്കുന്നില്ല. അല്ല, നമ്മുടെ കൂടെ തന്നെ വേണം അമൽ, കാരണം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകണം, അല്ലെ റിജിത്തെ? അതെ, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഓണക്കാഴ്ചകൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ഓണവിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള ആളുകളുടെ പ്രതികരണമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.